ഗ്വാളിയർ എന്ന പേര് കേൾക്കുമ്പോൾ രാജഭരണകാലത്തെ പറ്റി പലപ്പോഴായി വായിച്ചും കേട്ടുമറിഞ്ഞ കഥകളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. ജനാധിപത്യം നിലവിൽ വന്നെങ്കിലും രാജഭരണ പാരമ്പര്യം ഇവിടെ മറ്റൊരു രൂപത്തിൽ ഇന്നും തുടരുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. സ്വാതന്ത്ര്യത്തിനു മുൻപ് ഗ്വാളിയർ ഭരിച്ചിരുന്ന സിന്ധ്യ കുടുംബം ഇപ്പോൾ അധികാരം കൈയാളുന്നത് പാർലമെന്ററി സമ്പ്രദായത്തിലൂടെയാണെന്നതാണ് വ്യത്യാസം. 3-ാം നൂറ്റാണ്ടിൽ സൂരജ് സെൻ എന്ന രാജാവ് സ്ഥാപിച്ച ഗ്വാളിയർ നഗരത്തിന് നൂറ്റാണ്ടുകൾ നീളുന്ന സംഭവബഹുലമായ ചരിത്രമാണ് പറയാനുള്ളത്. ഈ പാരമ്പര്യം തന്നെയാണ് ഗ്വാളിയറിനെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാക്കി മാറ്റുന്നതും. മുസ്ലിം അധിനിവേശ കാലത്ത് പല ചരിത്ര നിർമ്മിതികളും തകർക്കപ്പെട്ടെങ്കിലും നഗരത്തിന്റെ പ്രാധാന്യം നഷ്ടമാവാത്തതിനാൽ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം വീണ്ടും ഉയർന്നു വന്നു. ഇവയെല്ലാം പോയ കാലത്തിന്റെ സ്മാരകമായി ഇപ്പോൾ സംരക്ഷിച്ചു വരികയാണ്. മധ്യപ്രദേശിലെ പ്രമുഖ നഗരങ്ങളിലൊന്നായ ഗ്വാളിയറാണ് ഈ സിറ്റി ടൂറിലെ നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഗ്വാളിയർ നഗരത്തിലെ പ്രധാനപ്പെട്ട 7 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഗ്വാളിയർ ഫോർട്ട്, തുടർന്ന് തേലി കാ മന്ദിർ, അടുത്തത് ടൂംബ് ഓഫ് മുഹമ്മദ് ഗൗസാൻ താൻസൻ, പിന്നെ ഗ്വാളിയർ സൂ, അവിടെ നിന്നും ജയ് വിലാസ് പാലസ്, തുടർന്ന് ബഡാ മാർക്കറ്റ്, അവസാനമായി സൺ ടെമ്പിൾ. ഗ്വാളിയർ നഗരത്തിൽ ആദ്യം കാണേണ്ട കാഴ്ച ഗ്വാളിയർ ഫോർട്ട് തന്നെയാണ്. നൂറ്റാണ്ടുകളോളം രജപുത്രരും മുഗളരും ബ്രിട്ടീഷുകാരും താമസിച്ചു ഭരണം നടത്തിയിരുന്ന ഇടം. ഈ കോട്ടയിൽ നടന്ന ചർച്ചകളായിരുന്നു ഗ്വാളിയർ നാട്ടുരാജ്യത്തിന്റെ ഗതി നിശ്ചയിച്ചത്. ഇവിടെ നിന്നും പുറപ്പെടുവിച്ച ഉത്തരവുകളായിരുന്നു അക്കാലത്ത് രാജ്യത്തെ നിയമം. വിന്ധ്യപർവ്വതത്തിന്റെ ഭാഗമായ ഗോപാചൽ മലയുടെ മുകളിലാണ് കോട്ട. ഗ്വാളിയർ നഗരം ഉൾപ്പെടുന്ന വിശാല സമതലത്തോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന മലയാണിത്. മലയുടെ ചരിവിൽ നിർമ്മിച്ചിട്ടുള്ള പഴയ രാജപാതയിലൂടെ നടന്നോ പുതുതായി നിർമ്മിച്ച റോഡിലൂടെ വാഹനത്തിലോ ഇവിടെ എത്താം. 3-ാം നൂറ്റാണ്ട് മുതൽ സുരക്ഷയുടെ ഭാഗമായി കോട്ട ഇവിടെ നിലനിന്നിരുന്നു. രജപുത്ര ഭരണകാലത്താണ് ഇത്രയും ബൃഹത്തായ സമുച്ചയം വികസിപ്പിച്ചത്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും കാര്യമായ തകരാറുകളൊന്നും കോട്ടയ്ക്കുണ്ടായിട്ടില്ല എന്നത് ആധുനിക കാലത്ത് ഒരത്ഭുതം തന്നെയാണ്. കോട്ടയിലേക്കുള്ള വഴിയിൽ ചെറുതും വലുതുമായ ധാരാളം ഗുഹാക്ഷേത്രങ്ങൾ കാണാം. 10-ാം നൂറ്റാണ്ട് വരെ ഇവിടെ കേന്ദ്രീകരിച്ചിരുന്ന ജൈന സമൂഹം പണി കഴിപ്പിച്ചതാണിവ. പിന്നീട് ബാബർ ക്ഷേത്രങ്ങളെല്ലാം ഇടിച്ചു നിരത്തുകയായിരുന്നു. ധാരാളം ചരിത്ര നിർമ്മിതികൾ ഗ്വാളിയർ ഫോർട്ട് കോംപ്ലക്സിൽ ഉൾപ്പെടുന്നുണ്ട്. ഓരോ മന്ദിരത്തിനും സംഭവബഹുലമായ ധാരാളം കഥകൾ പറയാനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ഗൈഡിനൊപ്പം കോട്ട സന്ദർശിക്കുന്നതാണ് ഉത്തമം. പല പല വഴികളിലൂടെ കൊണ്ടുപോയി കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാനും ഗൈഡുകൾക്ക് സാധിക്കും. അത്രയും സങ്കീർണമായ രൂപകൽപ്പനയാണ് കോട്ടയുടേത്. കോട്ടയിലെ ഏറ്റവും പ്രധാന നിർമ്മിതി മാൻസിംഗ് കൊട്ടാരമാണ്. ഗ്വാളിയർ രാജാക്കന്മാരിൽ പ്രഗത്ഭനായിരുന്ന മാൻസിംഗ് തോമർ നിർമ്മിച്ച കൊട്ടാരം.
രജപുത്ര, ഹൈന്ദവ, മുഗൾ ആർക്കിടെക്ചറുകൾ ഇണക്കി ചേർത്തിട്ടുള്ള ഈ മനോഹര നിർമ്മിതി പുറമേ നിന്ന് നോക്കുമ്പോൾ അതിഗംഭീരമാണ്. പുറംഭാഗം പൂർണ്ണമായും കൊത്തുപണികളാൽ നിറഞ്ഞിരിക്കുന്നു. നമ്മെ അമ്പരപ്പിക്കും വിധം സങ്കീർണമാണ് ഈ അലങ്കാരങ്ങൾ. സാൻഡ്സ്റ്റോണിന്റെ ചുവപ്പ് നിറത്തിൽ നീലയും മഞ്ഞയും ടൈലുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം നിറവൈവിധ്യവും സൃഷ്ടിക്കുന്നു. ഈ ആർക്കിടെക്ചർ രീതികൾ പ്രദേശത്തെ മറ്റു കൊട്ടാരങ്ങളിൽ നിന്നും മാൻസിംഗ് പാലസിനെ വേറിട്ട് നിർത്തുന്നുമുണ്ട്. സംഗീത മണ്ഡപം, നൃത്തമണ്ഡപം എന്നിവയൊക്കെയാണ് കൊട്ടാരത്തിന് ഉൾവശത്തെ പ്രധാന കാഴ്ചകൾ. പുറം പോലെ തന്നെ ഉൾഭാഗവും സൂക്ഷ്മമായ അലങ്കാര പണികളാൽ സമൃദ്ധമാണ്. മാൻസിംഗ് പാലസിനെ കൂടാതെ വേറെയും കൊട്ടാരങ്ങളും മറ്റ് കെട്ടിടങ്ങളും കോട്ടയിലുണ്ട്. പല രാജവംശങ്ങളുടെ കാലത്ത് പണിതതാണിവ. താഴ്വരയിലെ ഗ്വാളിയർ നഗരത്തിന്റെ പനോരമിക് ദൃശ്യങ്ങളാണ് കൊട്ടാരത്തിന്റെ മറ്റൊരു പ്രത്യേകത. നീണ്ട സമതല പ്രദേശത്ത് പെട്ടിക്കൂടുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ രസകരമായ കാഴ്ചയാകുന്നു. അസിഖംബ എന്ന പവലിയൻ ഫോർട്ടിനുള്ളിലെ മറ്റൊരു ഡെസ്റ്റിനേഷനാണ്. ആദ്യകാലത്ത് ഇതൊരു ക്ഷേത്രമായിരുന്നു. മുഗൾ കാലത്ത് ഇവിടം ഒരു തടവറയാക്കി മാറ്റി. ജഹാംഗീറും ഔറംഗസീബും രാജ്യം ഭരിച്ച കാലത്ത് മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാരും സാംസ്കാരിക നേതാക്കളുമെല്ലാം ഇവിടെ ബന്ധിക്കപ്പെട്ട് അതിക്രൂര പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. മനോഹാരിതയും നിർമ്മാണത്തിലെ വ്യത്യസ്തതയും ആകർഷകമാകുമ്പോൾ തന്നെ ഇത്തരമൊരു ചരിത്രവും കൂടി അസിഖംബയ്ക്ക് പറയാനുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ഇതോട് ചേർന്ന് തന്നെയാണ് ശത്രുക്കളുടെ ഉപരോധത്തെ നേരിടാൻ നിർമ്മിച്ച പടിക്കിണറും സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ കിണറിന്റെ ഭാഗമായി ഭൂഗർഭ സ്നാനഗൃഹങ്ങളും പിൽക്കാലത്ത് തയ്യാറാക്കിയിരുന്നു. ഇനി ഗ്വാളിയറിന്റെ പഴയ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു ക്ഷേത്രം കാണാം. തേലി കാ മന്ദിർ. ഈ ക്ഷേത്രം നിർമ്മിക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയോ നിർമ്മാണ രീതികളെ പറ്റിയോ വ്യക്തമായ വിവരങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. പേരിൽ നിന്നും ലഭ്യമായ ചില സൂചനകളാണ് ഗവേഷകർക്കും ചൂണ്ടിക്കാട്ടാനുള്ളത്. തേലി കാ മന്ദിർ എന്ന പേരിന്റെ അർത്ഥം എണ്ണക്കാരന്റെ ക്ഷേത്രം എന്നാണ്. എണ്ണ വിപണനം ചെയ്തിരുന്ന സമ്പന്ന വിഭാഗം നിർമ്മിച്ച ക്ഷേത്രമായതിനാൽ ലഭിച്ച പേരാണിതെന്ന് കരുതപ്പെടുന്നു. രൂപകൽപ്പനയിലെ സവിശേഷതകളാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരാകർഷണം. 8-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ. എന്നാൽ കൃത്യമായ വർഷങ്ങളെപ്പറ്റി തർക്കങ്ങൾ ഇന്നും തുടരുകയും ചെയ്യുന്നു. മുസ്ലിം അധിനിവേശ കാലത്ത് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം തകർത്ത് സമീപത്ത് മോസ്ക് പണി കഴിപ്പിച്ചിരുന്നു. പിന്നീട് മറാത്ത വംശജർ മോസ്ക് നശിപ്പിക്കുകയും ക്ഷേത്രം നവീകരിക്കുകയുമാണുണ്ടായത്. എങ്കിലും വീണ്ടും അവഗണിക്കപ്പെട്ട് കിടന്ന ക്ഷേത്രം ഇന്നു കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചത് ബ്രിട്ടീഷുകാരായ ചരിത്ര ഗവേഷകരാണ്. ഈ പ്രദേശത്ത് കണ്ടുവരുന്ന ക്ഷേത്ര നിർമ്മാണ ശൈലികളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് തേലി കാ മന്ദിറിന്റെ ഡിസൈൻ. ഗുർജാര പ്രതിഹാര രാജവംശകാലത്ത് പ്രാദേശികമായി പ്രചാരത്തിലിരുന്ന ശൈലികൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്വാളിയർ ചരിത്രത്തിലെ അത്ര വ്യക്തമല്ലാത്ത ഒരു കാലഘട്ടത്തെ പറ്റിയുള്ള നിർണായക വിവരങ്ങൾ ഈ ക്ഷേത്രം നൽകുന്നു.
ഇന്ന് ഒരു മ്യൂസിയമായി സംരക്ഷിച്ചിട്ടുള്ള ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകവും ഇതുതന്നെയാണ്. അതിമനോഹരമായ കൊത്തുപണികളാണ് ക്ഷേത്രത്തിനെ ഒരു ഗംഭീര കാഴ്ച അനുഭവമാക്കി മാറ്റുന്ന ഘടകം. സങ്കീർണമായ പാറ്റേണുകൾ, മനുഷ്യരൂപങ്ങൾ എന്നിവയെല്ലാം നിർമ്മിതിയെ മോടി പിടിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തതായി നാം പോകുന്നത് മുഹമ്മദ് ഗൗസിന്റെയും താൻസന്റെയും ശവകുടീരങ്ങൾ കാണാനാണ്. 16-ാം നൂറ്റാണ്ടിൽ അക്ബർ ചക്രവർത്തി സ്ഥാപിച്ച സ്മാരകങ്ങളാണിവ. അഫ്ഗാനിസ്ഥാനിലെ ഒരു രാജകുമാരനായിരുന്നു മുഹമ്മദ് ഗൗസ്. പിൽക്കാലത്ത് അദ്ദേഹം പ്രസിദ്ധനായ സൂഫി സന്യാസിയായി മാറി. ബാബർ ഗ്വാളിയർ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ അന്ന് രാജകുമാരനായ മുഹമ്മദ് ഗൗസിന്റെ സഹായം ലഭിച്ചിരുന്നു. സ്മാരകത്തിനായി ഗ്വാളിയർ തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. തനത് മുഗൾ വാസ്തുവിദ്യാ ശൈലിയിലാണ് മുഹമ്മദ് ഗൗസിന്റെ സ്മാരകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വിശാലമായ കോമ്പൗണ്ടിന്റെ മധ്യത്തിലായി സമചതുരാകൃതിയിൽ മന്ദിരം പണികഴിപ്പിച്ചിരിക്കുന്നു. പുൽത്തകിടിയും മരങ്ങളും ഉൾപ്പെടുന്ന ഉദ്യാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മുഗൾ നിർമ്മിതിക്ക് ഒരു സവിശേഷ ഭംഗിയുണ്ട്. 4 മൂലകളിലുമുള്ള ഷഡ്ഭുജ ഗോപുരങ്ങളും വശങ്ങളിലെ സമചതുര ഗോപുരങ്ങളും സ്മാരകത്തിന്റെ മാറ്റുകൂട്ടുന്ന ഘടകങ്ങളാണ്. മുകളിലെ വലിയ കുംഭഗോപുരം കൂടി ചേരുമ്പോൾ ഇതൊരു മികച്ച കാഴ്ചയായി മാറുന്നു. ഇനിയുള്ളത് അലങ്കാരങ്ങളാണ്. അറബിക് പാരമ്പര്യത്തിലുള്ള ജിയോമെട്രിക് പാറ്റേണുകളാണ് കെട്ടിടത്തിന്റെ മോടി കൂട്ടാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഡിസൈനുകൾ സാൻഡ്സ്റ്റോണിൽ സൂക്ഷ്മമായി കൊത്തിയെടുത്തിരിക്കുകയാണ്. കാലപ്പഴക്കത്തിൻ്റെതായ അടയാളങ്ങൾ നിർമ്മിതിയിൽ ധാരാളമായി കാണാനാകും. എങ്കിലും ആകെയുള്ള കാഴ്ചയിൽ ഗംഭീരമാണ് മുഹമ്മദ് ഗൗസിന്റെ ശവകുടീരം. ഇതേ കോമ്പൗണ്ടിൽ ഒരു വശത്തായി താൻസന്റെ ശവകുടീരവും സ്ഥിതി ചെയ്യുന്നു. അതിപ്രഗത്ഭ സംഗീതജ്ഞനായിരുന്ന താൻസൻ മുഹമ്മദ് ഗൗസിന്റെ പ്രിയ ശിഷ്യനും അക്ബറിന്റെ സദസ്സിലെ അംഗവുമായിരുന്നു. മുഗൾ ശൈലിയിൽ തന്നെയാണ് താൻസൻ സ്മാരകത്തിന്റെയും നിർമ്മാണം. ആളുകൾ ജാതിമത വ്യത്യാസമില്ലാതെ ഈ ശവകുടീരങ്ങൾ സന്ദർശിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇനി ഗ്വാളിയർ നഗരത്തിലെ മൃഗശാലയിലേക്ക് പോകാം. ഗാന്ധി സുവോളജിക്കൽ പാർക്ക്. മധ്യേന്ത്യയിലെ ഏറ്റവും വലിയ മൃഗപ്രദർശന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. 8 ഹെക്ടർ വിസ്തൃതിയിൽ ഈ കോംപ്ലക്സ് വ്യാപിച്ചു കിടക്കുന്നു. ജീവി വൈവിധ്യം കൊണ്ടും മൃഗശാല സന്ദർശക ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. സാമാന്യം ഭേദപ്പെട്ട നിലയിൽ പരിപാലിക്കുന്ന മൃഗശാലയിൽ വിശാലമായ കൂടുകളാണ് മൃഗങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. സിംഹം, കടുവ, പുള്ളിപ്പുലി എന്നിവയെയെല്ലാം വലിയ കൂട്ടിലെ സ്വാഭാവിക പരിസരങ്ങളിൽ കാണാനാകും. ഗ്വാളിയർ മൃഗശാലയിൽ കാണികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് വെള്ളക്കടുവ, ഹൈന തുടങ്ങിയവയാണ്. മുതല, ചീങ്കണ്ണി എന്നിവയാണ് പ്രധാന കൂടുകളിൽ പാർപ്പിച്ചിട്ടുള്ള ഉരഗങ്ങൾ. മറ്റ് ഉരഗങ്ങൾക്കായി പ്രത്യേകം വിഭാഗം സജ്ജീകരിച്ചിട്ടുണ്ട്. നാട്ടിൽ പൊതുവെ കാണപ്പെടുന്ന പാമ്പുകളെയും പല്ലിവർഗത്തിൽപ്പെടുന്ന ഇഗ്വാന അടക്കമുള്ള ജീവികളെയും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു.
പ്രത്യേക സൗകര്യങ്ങളോടെയുള്ള ഏവിയറിയിലാണ് പക്ഷികളെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നാട്ടിലും വിദേശത്തും വളരുന്ന നിരവധി പക്ഷി സ്പീഷീസുകൾ ഇവിടെയുണ്ട്. കാഴ്ചയിലുള്ള ആകർഷണം ഇവയുടെ പ്രത്യേകതയാണ്. കുട്ടികളെയാണ് മൃഗശാലയിലെ കാഴ്ചകളും അനുഭവങ്ങളും കൂടുതൽ രസിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബസമേതം ഗ്വാളിയറിലെത്തുന്നവർ ഈ ഡെസ്റ്റിനേഷൻ ഒഴിവാക്കാറില്ല. ഇനി കാണേണ്ടത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിലൊന്നായ ജയ് വിലാസ് പാലസ് ആണ്. ഗ്വാളിയർ രാജ്യം എത്രമാത്രം സമ്പന്നമായിരുന്നുവെന്ന് ഈ പാലസ് കാണുമ്പോൾ ബോധ്യമാകും. 1874 പണിപൂർത്തിയായ കൊട്ടാരത്തിന് അന്ന് 1 കോടി രൂപയോളമാണ് ചിലവായത്. ഇന്നത്തെ കണക്കിൽ ഏതാണ്ട് 10,000 കോടി രൂപ വരുമത്. 400ഓളം മുറികളും നിരവധി ഹാളുകളും ഉൾപ്പെടുന്ന ജയ് വിലാസ് കൊട്ടാര സമുച്ചയം 40 ഏക്കറോളം പ്രദേശത്ത് പരന്നു കിടക്കുന്നു. ഇതിൽ ഒരു ഭാഗം മനോഹരമായ ഉദ്യാനമാണ്. വലിയ കവാടം കടന്നെത്തുന്നതും മുൻവശത്തുള്ള വിശാലമായ ഗാർഡനിലേക്കാണ്. ഈ ഗാർഡന് ചുറ്റുമായി കൊട്ടാരം ഒരു കോട്ട പോലെ സ്ഥിതി ചെയ്യുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ഇന്ത്യൻ കൊട്ടാരങ്ങളുടെ രൂപഭാവങ്ങളല്ല ജയ് വിലാസ് പാലസിനുള്ളതെന്ന് മനസ്സിലാകും. ടസ്കൻ, ഇറ്റാലിയൻ, കൊറിന്ത്യൻ വാസ്തുവിദ്യാ ശൈലികൾ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തതിനാലാണ് ഇത്. ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു പ്രധാന ആർക്കിടെക്റ്റ്. ഉദ്യാനത്തിൽ നിന്ന് നോക്കുമ്പോൾ കൊട്ടാരത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകും. ഇതിൽ ഒരു ഭാഗം മ്യൂസിയമാക്കി മാറ്റി സന്ദർശകർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. മറുഭാഗത്ത് കൊട്ടാരത്തിന്റെ ഉടമകളായ സിന്ധ്യ കുടുംബവും താമസിക്കുന്നു. കൊട്ടാരത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പലതരം വസ്തുക്കൾ മ്യൂസിയത്തിൽ കാണാനാവും. മഞ്ചലുകൾ, സിംഹാസനങ്ങൾ, വാഹനങ്ങൾ, ആയുധങ്ങൾ എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടുന്നു. മ്യൂസിയത്തിന് പുറമെ കൊട്ടാരത്തിലെ അതിഥി ഹാൾ, ഭോജനശാല, ചില കിടപ്പുമുറികൾ എന്നിവിടങ്ങളിലും കൂടി ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുണ്ട്. ഇതിൽ ഏറ്റവും മനോഹരം രാജസഭ കൂടിയിരുന്ന ദർബാർ ഹാളാണ്. യൂറോപ്യൻ ശൈലിയിലുള്ള അലങ്കാര പണികളും പ്രകാശ സംവിധാനങ്ങളും ദർബാർ ഹാളിനെ ഒരു ഗംഭീര കാഴ്ചയാക്കി മാറ്റുന്നു. ഇനി നാം സന്ദർശിക്കുന്നത് ഗ്വാളിയറിലെ പ്രധാന ചന്തയായ ബഡ മാർക്കറ്റാണ്. നഗരത്തിന്റെ ഏതാണ്ട് മധ്യത്തിലായി വരും വിപണിയുടെ സ്ഥാനം. ഗ്വാളിയറിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം അടുത്തറിയാൻ ഈ മാർക്കറ്റ് ഒന്ന് നടന്നു കണ്ടാൽ മതി. പ്രധാന പാതകളും ഇടറോഡുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ശൃംഖലയാണ് ഇവിടെയുള്ളത്. വലിയ കടകൾ പ്രധാന പാതയ്ക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു. ഈ കച്ചവട സ്ഥാപനങ്ങളിൽ പലതും നൂറ്റാണ്ടുകളായി ഇതേ സ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നവയാണ്. വശങ്ങളിലേക്ക് നീണ്ടുപോകുന്ന ഇടവഴികളിലേക്ക് കടന്നാൽ ചെറിയ സ്റ്റാളുകളാണ് ഭൂരിഭാഗവും. രണ്ടുപേർക്ക് കഷ്ടിച്ച് നടക്കാനുള്ള വീതി മാത്രമേ ചില വഴികൾക്കുണ്ടാകൂ. സൗകര്യങ്ങളും വൃത്തിയുമെല്ലാം കുറവാണ്. എങ്കിലും സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഇവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനാകും. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇടവഴികളിലെ സ്റ്റാളുകൾ തേടി എത്തുന്നുണ്ട്. തുണിത്തരങ്ങൾ, വീട്ടുപകരണങ്ങൾ, ചെരുപ്പ്, ബാഗ്,
ആഭരണങ്ങൾ, ഇലക്ട്രോണിക് വസ്തുക്കൾ എന്നിവയെല്ലാം വിൽക്കുന്ന കടകൾ ഇടറോഡുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബഡാ മാർക്കറ്റിന്റെ ഭാഗമായ സ്ക്വയറാണ് ജിവാജി ചൌക്ക് പാർക്ക്. ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഉദ്യാനവും ചുറ്റും വഴിയും വഴിയോട് ചേർന്ന് കൊളോണിയൽ കാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. തനത് കൊളോണിയൽ ആർക്കിടെക്ചറിൽ പണികഴിപ്പിച്ചിട്ടുള്ള മന്ദിരങ്ങളിൽ പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, മ്യൂസിയം എന്നിവയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ടൗൺ ഹാളാണ് മറ്റൊരു നിർമ്മിതി. രാത്രിയോടെ ജിവാജി ചൌക്ക് പാർക്കിലെ കെട്ടിടങ്ങളെല്ലാം പ്രകാശപൂരിതമാകും. ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് ഇതൊരു ഗംഭീര കാഴ്ച തന്നെയാണ്. വൻകിട വ്യവസായികളായ ബിർള കുടുംബം ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലും ആരാധനാലയങ്ങൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. ആ ഗണത്തിൽപ്പെടുന്ന ഗ്വാളിയറിലെ ക്ഷേത്രമാണ് സൺ ടെമ്പിൾ. സൂര്യഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രത്തിനായി കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ മാതൃക അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നു. ഒരു തേരിന്റെ രൂപമാണ് ക്ഷേത്രത്തിനുള്ളത്. മുന്നിൽ കൊത്തിവെച്ചിട്ടുള്ള കുതിരകളുടെ രൂപത്തിൽ നിന്നും ഇത് ആരംഭിക്കുന്നതായി കാണാം. ഹൈന്ദവ ആർക്കിടെക്ചറിലാണ് രൂപകൽപ്പന. പൂർണ്ണമായും സാൻഡ്സ്റ്റോണിലാണ് സൺ ടെമ്പിളിന്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ ചുവപ്പ് നിറം ഇതിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. മാർബിളാണ് നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു ശില. വലിയൊരു കോമ്പൗണ്ടിൽ ഏതാണ്ട് മധ്യഭാഗത്തായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മരങ്ങളും ചെടികളും പുൽത്തകിടികളും ഫൗണ്ടനുമെല്ലാമുള്ള വിശാലമായ ഗാർഡൻ ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചിലവഴിക്കാനും അനുയോജ്യമാണ്. മധ്യേന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ ഗ്വാളിയറിന്റെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. AD 3-ാം നൂറ്റാണ്ട് മുതൽ സജീവമായിരുന്ന നഗരമാണിത്. ഗ്വാളിയർ നാട്ടുരാജ്യം ശക്തമായതോടെ നഗരത്തിന്റെ പ്രാധാന്യം കൂടുകയും സാംസ്കാരികമായി വലിയ വളർച്ച നേടുകയും ചെയ്തു. ഇന്ന് പഴയ രാജനഗരത്തിന്റെ പ്രൗഢി അവകാശപ്പെടാനില്ലെങ്കിലും ചരിത്രത്തിൽ ഇടം നേടിയ സ്മാരകങ്ങളാൽ സമ്പന്നമാണ് നഗരം. ഗ്വാളിയറിന്റെ സംഭവബഹുലമായ ചരിത്രവും സാംസ്കാരിക സവിശേഷതകളും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ നിർമ്മിതികളാണ് നഗരത്തിലെ ടൂറിസം മേഖലയുടെ അടിസ്ഥാനവും.